ഹലോ ഗേസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അബിൻ. പതിവ് പോലെ അച്ചമ്മയുടെ വിശേഷമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിനുമുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പ്രായമായവരെ നമ്മൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അപ്പൊ നമ്മുടെ അച്ചമ്മക്കുട്ടി കുളിച്ചൊരുങ്ങി സുന്ദരിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ഗേസ്. നല്ല നൂൽപുട്ടും നാടൻ നേന്ത്രപ്പഴവും. വാവ് വാവ്, നല്ല അസാധ്യ ടേസ്റ്റ്. ഇത് നമ്മുടെ അച്ചമ്മക്കുട്ടിയുടെ സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ്. എന്താണ് ഇതിന്റെ രഹസ്യം എന്ന് നമുക്ക് അച്ചമ്മയോട് തന്നെ ചോദിക്കാം. അച്ചമ്മക്കുട്ടി വാ തുറന്നേ, കുറുമ്പ് കാട്ടാതെ വാ തുറക്ക്. ഈ ടേസ്റ്റിന്റെ സീക്രട്ട് എന്താ? കുറുമ്പത്തിക്കുന്ന ഇത്തിരി വാശി കൂടുതലാണല്ലേ. വാ തുറക്കച്ചമ്മേ, വാ തുറക്ക്. ഈ ക്യാമറയിലേക്ക് നോക്കി ചിരിച്ച് പറയ്. ദേ, എന്റെ സ്വഭാവം മാറ്റിക്കരുത്. പണ്ടാറടങ്ങാൻ എത്ര പറഞ്ഞാലും നിങ്ങളെ തലയിൽ കയറില്ലേ. എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാവാനാ നിങ്ങളെ കുളിപ്പിച്ച് ഇവിടെ കൊണ്ടിരുത്തിയത്. വെറുതെ അല്ല ഒരു മക്കളെ തിരിഞ്ഞു നോക്കാത്ത ശല്യം. മതി കഴിച്ചേ, ഇതാ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാ. മോളെ നന്ദിനി, ഒന്നിങ്ങോട്ട് വായോ. എന്തിനാ കിടന്ന് അമർന്ന്? ഈ തള്ളക്ക് ഇത് തന്നെ പണിയുള്ളൂ. എന്നെ ആ കക്കൂസിലേക്ക് ഒന്ന് ഇരുത്തിയ മോളെ. എല്ല് പൊട്ടിയിട്ട് എണീക്കാനും നടക്കാനും ഒന്നും വയ്യ. ഇവിടെ എല്ലാം വൃത്തിയേടാക്കി മുട്ടി നിൽക്കണ എന്നൊന്ന് വിളിക്കാൻ മേലായിരുന്നോ? വയറ് നല്ല സുഖല്ല, എണീറ്റപ്പം അറിയാതെ പോയതാണ്. വാ എണീക്ക്, മെല്ലെ എണീറ്റേ. എണീറ്റ്, എണീറ്റവിടുന്ന്. വാ, എല്ലാ കുരുത്തക്കേടും ഒപ്പിച്ച് വെച്ചിട്ട് നാട്ടങ്ങോട്ട്. ഇതാണ് അമ്മായിയമ്മ മരുമകൾ കോമ്പോ. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് ഇങ്ങനെ തുടരാൻ പറ്റൂല. എന്താ നന്ദിനി, എന്താ എന്റെ പ്രശ്നം? പ്രശ്നം നിങ്ങളുടെ തള്ള തന്നെ. എനിക്ക് അവരെ നോക്കാൻ പറ്റില്ല. അതിന് വയ്യാണ്ടിരിക്കുന്ന അമ്മ എന്ത് ചെയ്തെന്നാ? അവരെ തീട്ടും മൂത്രം കോരാനല്ല എന്റെ വീട്ടുകാരെന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. പെറ്റ തള്ളയല്ലേ, ഒന്നളയാൻ പറ്റില്ലല്ലോ. കൊല്ലണ്ട, അവർക്ക് സുധീർ മാത്രമല്ലല്ലോ, വേറെ മക്കളില്ലേ. അവരോട് കൊണ്ടുപോയി നോക്കാൻ പറ. ഞാൻ ചലിക്കാണ്ടിരിക്കും, ഞാൻ വിളിച്ചോളാം. അവരോട് കൊണ്ടുപോവാൻ പറ. ഹലോ. എന്താടാ സുധി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഏട്ടാ, അമ്മയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണം. എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അതുകൊണ്ട് ഏട്ടൻ കുറച്ചു കാലം കൊണ്ടുപോയി നോക്ക്. അയ്യോടാ, അതെങ്ങനെ ശരിയാവും? ഒന്നാമതേ അമ്മയ്ക്ക് എന്റെ അടുക്കൽ നിൽക്കുന്നതേ ഇഷ്ടമല്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ 3-ാം വാക്ക് നിന്നെ കാണാൻ വാശി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അമ്മയുടെ കാര്യത്തിൽ ഏട്ടനും ബാധ്യതയുണ്ട്. എന്ത് ബാധ്യത? തറവാട് സ്വത്തൊക്കെ നിന്റെ പേർക്കല്ലേ അമ്മ എഴുതി തന്നത്. അപ്പൊ അമ്മേനെ സംരക്ഷിക്കേണ്ടത് നിന്റെ ചുമതലയല്ലേ? ഓഹോ, നിയമം പറഞ്ഞു പഠിപ്പിക്കല്ലേ? എങ്കിലും എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. നീ എന്തേലും ചെയ്യും, ഞാനൊന്നും ചോദിക്കാനും പറയാനും വരില്ല. പോരെ? അത് മതി.
ഇന്നലെ ഏട്ടൻ വിളിച്ചിരുന്നു. അവനും കുട്ടികൾക്ക് സുഖം തന്നെയല്ലേ? അത് കേട്ടാ മതി അമ്മയ്ക്ക്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരുപാടായില്ലേ പുറത്തൊക്കെ ഒന്ന് പോയിട്ട്. നമുക്കൊന്ന് പുറത്തു പോയി വന്നാലോ? അച്ഛാ ഞാൻ കൊണ്ടുവിടണോ? നീ വരണ, നീ അവിടെ ഇരിക്കും. അതൊക്കെ അയ്യോ നടക്കാൻ വയ്യ. നോക്കി കയറി. അമ്മേ ഇത്രയും ദൂരം ഉണ്ടായിരുന്നതിൽ നന്ദിനിയ മോനെയോട് കൂട്ടായിരുന്നില്ലേ? എന്തിന് ഈ യാത്രയിൽ നമ്മള് മാത്രം മതി. നമുക്കിവിടെ ഇറങ്ങാം. സൂക്ഷിച്ചു. അമ്മേ, അമ്മ ഈ അമ്പലത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒക്കെ ശക്തിയുള്ള മൂർത്തിയാ. ഓ കൂടാതെ എന്നും അന്നദാനമുണ്ട്. ഓ എത്ര നാളായി നമ്മൾ ഇങ്ങനെ ഒരു യാത്ര പോയിട്ട്. എന്നാൽ ഇന്ന് മോന്റെ കൂടെ അമ്മയ്ക്കൊരു പിടി വറ്റു തിന്നണം. അത് അമ്മേന്റെ ഒരു മോഹാണ് മോനെ. അമ്മയ്ക്ക് നടക്കാൻ വയ്യ മോനെ, കാലിന്റെ വേദനയുണ്ട്. അമ്പലത്തി അമ്മ പോയി തൊഴുകിട്ടോ. എനിക്കൊരാളെ കാണാനുണ്ട്. ഞാൻ കണ്ടിട്ട് തിരിച്ചു വരുമ്പോ അമ്മയെ കൂട്ടാം കേട്ടോ. ശ്രദ്ധിച്ചു പോണേ. വേഗം വരണേ. ഞാൻ വരാം. ശ്രദ്ധിച്ചു പോണട്ടോ. എന്താ അമ്മ ഇവിടെ നിക്കണേ? എന്റെ മകനെ കാത്തിരിക്കുക. അവൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. മകൻ എവിടെ പോയതാ? അവൻ ആരോ കാണാൻ പോയതാ. എന്നാ അമ്മ അങ്ങോട്ട് ഇരുന്നോളൂ. കുറച്ചു നേരമായില്ല നിക്കുന്നേ. ആ സാരല്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. വയ്യായി ഉണ്ടോ? കാലിനൊക്കെ വേദനയാ. ഒന്ന് വീണു, അതുകൊണ്ടാ. ഇപ്പളാ ഇവിടെ വീണ? അല്ല, വീട്ടിന്നേ വീണതാണ്. ഓ വയ്യാണ്ട് അമ്പലത്തിൽ വന്നല്ലേ? ചായ എന്തേ കുടിച്ചോ? കൊറേ നേരമായി ഇവിടെ ഇരിക്കുന്നെ? വരുന്ന വഴിക്കൊക്കെ കഴിച്ചിട്ടാ വന്നത്. ഇപ്പോഴാണ് ഇതൊരു വീടായത്. എന്തൊരു സമാധാനാണ്. നിനക്ക് തൃപ്തിയായല്ലോ, അത് മതി. അച്ഛാ, അച്ഛമ്മ എവിടെ പോയി? നിന്റെ തള്ളയോട് ചോദിക്ക്, അവള് പറഞ്ഞുതരും. അമ്മ വീട് പോയോ? അമ്മ എന്താ കിടക്കുന്നേ? കിടക്കുന്നു, ഉറങ്ങിപ്പോയോ? വയ്യണ്ടായോ? അയ്യോ,
നേരത്തെ പറഞ്ഞില്ലയോ? ആ വരാല്ലേ വന്നില്ല. എന്നിട്ട് മോ വന്നില്ല അമ്മേ? വന്നിട്ടില്ല, വരുമായിരിക്കൂ. അമ്മ വല്ലതും കഴിച്ചോ അന്ന്? ഇല്ല. ഒന്നും കഴിച്ചില്ല. എന്നാ ദേവീന്റെ പ്രസാദം ഉണ്ട്, ഇതാ കഴിച്ചോളൂ. വീട്ടിൽ പോയിട്ട് കഴിക്ക, കുട്ടികളെ കൂടെ കഴിക്ക, അവർക്കും കൊടുക്കാലോ. ഇത് അമ്മയ്ക്ക് കഴിക്കാൻ തന്നാ, അമ്മ കഴിച്ചോളൂ. കഴിച്ചിട്ട് അവിടെ പോയി കിടന്നോളൂ കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് നടക്കട്ടെ. വരൂ. തിരുമേനിക്ക് തോന്നുന്നുണ്ടോ ആ മകൻ വരുമെന്ന്? ഇല്ല, അവൻ ഇവിടെ നട തള്ളിയിട്ട് പോയത്. അവനൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ല, ഉറപ്പാ. പാവുണ്ട്. എന്താണ് സുധി നിനക്ക് ടെൻഷൻ? എല്ലാം ശരിയാവും, നീ ഒരെണ്ണം അടിക്കി. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ പരിഹരിക്കും. നീ പറയാ. എടാ അത് പിന്നെ അമ്മ. അയ്യോ, അമ്മയ്ക്ക് എന്ത് പറ്റി? ഓവർ ആക്കാരടാ, അവൻ പറയട്ടെ. അത് പിന്നെ ഇത് വേറെ ആരും അറിയരുത്. എടാ വീട്ടിലെ പ്രശ്നം കാരണം ഞാൻ അമ്മയെ കൊണ്ട് അമ്പലത്തിൽ പോയി. ചേട്ടേ, നീ ഒരു മനുഷ്യനാണോടാ? പെണ്ണുങ്ങളെ വാക്കും കേട്ട് പെറ്റ തള്ളയെ പൈമിലെവിടെ കൊണ്ട് എറിഞ്ഞു വന്നിരിക്കുക. എടാ നവാസേ, പതിയെ ആളുകൾ കേൾക്കും. കേൾക്കട്ടെ, എല്ലാരും കേൾക്കട്ടെ. ഇങ്ങനെ കൊണ്ട് കളയാൻ ഇത് പട്ടിയും പൂച്ചയൊന്നല്ലല്ലോ, ഇവന്റെ അമ്മയല്ലേ? സുധി, നീ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തിന്റെ പേരിലായാലും പാടില്ലായിരുന്നു. അച്ഛന്റെ അമ്മയുടെ ഒക്കെ വില മനസ്സിലാകണമെങ്കിൽ അവരില്ലാതെ ആകുമ്പോഴാ. നിന്റെ അമ്മ നിനക്ക് ഭാരമാണെങ്കിൽ എനിക്ക് തന്നേക്ക്, ഞാൻ നോക്കിക്കോളാം പൊന്നു പോലെ. പറ്റിപ്പോടാ, നിങ്ങളോട് ക്ഷമിക്ക്. നന്ദിനി, അമ്മേന്റെ ഗുളിക. അപ്പൊ നീ ഇതൊന്നും കൊടുത്തില്ലായിരുന്നോ? നിങ്ങളുടെ നന്നായി ഗുളിക കൊടുക്കുന്ന പണിയല്ലേ എനിക്ക്, വേണേ പോയി കൊടുക്കും. വണ്ടി എടുത്ത് വേണം. ആ, അത്താഴത്തിന് പോയില്ലേ? വേണം പോകാനിരിഞ്ഞ. ഓ, വല്ലവരും കഴിച്ചോ? ആരാ? മനസ്സിലായില്ലേ? എന്റെ അമ്മയെ കാണുന്നില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നായിരുന്നു, പിന്നീട് കാണാനില്ല. അമ്മ അത് നിങ്ങളായിരുന്നല്ലേ? ഇവരാരെ പറ്റിയാ പറയുന്നത്? കഴിഞ്ഞ ദിവസം നമ്മള് പടച്ചോറ് കൊടുത്തില്ലേ? ആ, അവരെ. ആ അമ്മ താഴോട്ട് പോയിട്ടുണ്ട്, അതിന് തീരെ വയ്യ. അതെയോ? ആ
എപ്പോഴും അവിടെ ഇരിക്കുക. ആ അതാ അവിടെ കിടപ്പുണ്ടല്ലോ. മാധവിയമ്മേ, മാധവിയമ്മേ, എഴുന്നേക്ക്. മാധവിയമ്മേ, നീറ്റേ. ചുമ്മാ വിളിച്ചേ. മാധവിയമ്മേ, മാധവിയമ്മേ എണീറ്റേ. ഇതെന്താ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് നമുക്ക്. മോനെ അങ്ങ് പിടിച്ചോ. മാധവിയമ്മേ, ഇതെന്താ കൈ അങ്ങോട്ട് വെച്ച മോനെ. എന്ത് പറ്റിയടാ അമ്മയ്ക്ക്? എന്ത് പറ്റി? മോനെ എണീപ്പിക്കടാ. എന്താ മോനെ? അച്ഛമ്മ, അച്ഛമ്മ പോയി മോനെ. എത്ര ദിവസം വയ്യാതെ നടന്നറിയോ? മക്കളെ നോക്കി നടന്ന് നടന്ന് കണ്ണ് നട്ടത് മരിച്ചു പാവം. മാധവിയമ്മേ, എനിക്കറിയാം എന്റെ വിഷമം. ഞാനെന്റെ മനസ്സ് കണ്ടുള്ളൂ. മാധവിയമ്മേ, എടാ ഇങ്ങനെയാണോ മക്കൾ കൊണ്ടിടുന്നത്? ഒരമ്മമാരെ 10 മാസം ചുമന്നതാ. അന്നേരം ഒന്നും ഒരു വയ്യായില്ല അമ്മയ്ക്ക്. നിങ്ങൾ എല്ലാരും കൂടെ നോക്കിട്ട് അമ്മ അനാഥയായി. അമ്മ അനാഥയായി മരിച്ചു. അത് നിങ്ങൾ കണ്ടില്ലല്ലോ. പാപം മാധവിയമ്മ, മക്കളെ വിളിക്കാതെ നേരമില്ല. ഇങ്ങനെ ആവരുത് മക്കളാരും കേട്ടോ, ഇങ്ങനെ ആവരുത്. ഇത് തീർത്താ തീരുവോ നിങ്ങളുടെ കടം? പാപത്തിന്റെ മോനെ, ഈ അച്ഛന്റെ മോനല്ല നീ? ഇത് അച്ഛന്റെ കേസെന്ന് വീണ കരുണാലയം വൃദ്ധസദനം, അതിന്റെ നമ്പറാ. മോനെ ഉപകാരപ്പെടും. മക്കളെ, നിങ്ങൾക്ക് സന്തോഷമായില്ലേ? പക്ഷേ നീ വിതച്ചതെല്ലാം 100 ഇരട്ടിയായി നീ തന്നെ കൊയ്യുന്നൊരു കാലം വരും. അതുവരെയുള്ളൂ ഈ സന്തോഷമെല്ലാം.